Hey, hello. Good morning, everyone. Welcome to this beautiful meditation session. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാട്ടോ. ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഇവിടെ പ്രസന്റ് ആണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് വുഡ് ബി നൈസ്. ഗുഡ് മോർണിംഗ്. യു ക്യാൻ സേ ഗുഡ് മോർണിംഗ്. ഇവിടെ ഉണ്ടോ എല്ലാരും? ഓക്കെ സന, ഗുഡ് മോർണിംഗ്. വെൽക്കം. ഗുഡ് മോർണിംഗ്. ഞാൻ ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഹുബാബ. ഓക്കെ സന. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ഫസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അവർ സെഷൻ. ഫസ്റ്റ് ആയിട്ട് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഷംന. ബേസിക്കലി പ്രൊഫഷണലി ഐ എം എ ഫാർമസിസ്റ്റ് വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ ഇൻ ജിദ്ദ, സൗദി അറേബ്യ. ആൻഡ് ഇവിടെ മൈൻഡ്ഫുൾ ക്ലബിന്റെ ഒരു മെൻറ്ററായിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ a very happy morning to each and everyone who joined here today, and welcome to the Rise and Shine meditation program for the students. And I welcome all the students who have joined today for our session. സെറ്റല്ലേ? തുടങ്ങല്ലേ? ഓക്കെ അല്ലേ നിങ്ങള്? ഇതില് ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഓക്കെ ആയിട്ടുള്ള ആളുകള് വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി മോർ ബെനഫിഷ്യൽ. നിങ്ങൾക്കും എനിക്കും കുറച്ചും കൂടെ ഒരു എൻഗേജിങ് ആയിരിക്കും ഈ ഒരു സെഷൻ. അതർവൈസ് യു ക്യാൻ, ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, അപ്പോൾ മേ ബി കുറച്ചൊരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. സോ യു ക്യാൻ യൂസ് ദി ചാറ്റ് ബോക്സ്. ചാറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇറ്റ് വുഡ് ബി നൈസ്. അതർവൈസ് ഞാൻ ചോദിക്കുന്ന കാര്യത്തിനൊന്ന് റെസ്പോണ്ട് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് മാറ്റാം. സെറ്റാണോ? സെറ്റ് ആയിട്ടുള്ള ഒരു തംസ് അപ്പ് ഇട്ടേ ചാറ്റ് ബോക്സിൽ. റെഡി ആണോ ഗൈസ്? ആർ യു എക്സൈറ്റഡ്? ഓക്കെ, മുഹമ്മദ് ഫല, താങ്ക് യു. ഓക്കെ, ഹുബാബ, സെറ്റ്. റിഷ്ന, ഓക്കെ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളുടെ ഈ ഒരു സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 10th ആൻഡ് 12th സ്റ്റുഡൻസ് ആണ്. റെഡിയാണോ? അതല്ലാതെ വേറെ ഏതെങ്കിലും ക്ലാസ്സസിലുള്ള കുട്ടികളുണ്ടോ ഇതിൽ? ഐ എം ജസ്റ്റ് ആസ്കിങ് ടു നോ. 9th 10th അല്ലാത്ത, സോറി 10th 12th അല്ലാത്ത, ഓക്കെ. എല്ലാവരും ഈ ഒരു ക്ലാസ്സസിലുള്ള കുട്ടികളാണല്ലേ? ഓക്കെ, അപ്പൊ എനിക്കറിയാം നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും ഇന്ന ഒരു സെഷനിൽ വന്നിട്ടുണ്ടാവുക. ഇത് എന്ത് സെഷനാണ് ഇത്ര 6 to 6:30 ഏർലി മോർണിംഗ് ഇങ്ങനെ ഒരു ഫ്രീ സെഷൻ എന്തിനാണ് വെച്ചിട്ടുള്ളത്? ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? പേര് റൈസ് ആൻഡ് ഷൈൻ എന്നാണ്, മൈൻഡ്ഫുൾ ക്ലബ് എന്നൊക്കെ കാണുന്നുണ്ട്. വേറെ ഇതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാതെ ആയിരിക്കാം മേ ബി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഫസ്റ്റ് ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് തരാം. എന്താണ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു 7 day ഫ്രീ സെഷൻ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ 10th അതുപോലെ തന്നെ +1 +2 ഒക്കെ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ മോർ ഓവർ നമ്മൾ സ്കൂൾസ് അതുപോലെ തന്നെ സ്കൂൾസ് കഴിഞ്ഞിട്ട് കോളേജസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയങ്കര ഫിയറോട് കൂടിയിട്ട് അല്ലെങ്കിൽ സ്ട്രെസ്സോട് കൂടിയിട്ട് കാണുന്ന ഒരു കാര്യമാണ് എക്സാംസ് എന്നുള്ളത്, അല്ലെ? എക്സാംസ് നിങ്ങൾക്ക് എങ്ങനെയാണ്? സ്ട്രെസ് ആണോ? എക്സാം കേൾക്കുമ്പോഴേ, ആ വേർഡ് കേൾക്കുമ്പോഴേ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ആളുകളാണോ ഇതിലുള്ളത്? അതോ എക്സാമിനെ ഭയങ്കര കൂളായിട്ട് ചില്ലായിട്ട് കാണുന്ന ആളുകളാണോ ഇതിലുള്ളത്? എക്സാം പേടിയുള്ളവരൊന്ന് യെസ് എന്ന് പറയോ? എക്സാം എന്ന് പറയുമ്പോഴേ പേടിയാണ് എന്നുള്ളവര്? ഇതിലെല്ലാവരും കൂളാണെന്ന് തോന്നുന്നു അല്ലെ? എക്സാമിന് ആർക്കും പേടിയൊന്നും ഇല്ല തോന്നുന്നു അല്ലെ ഇവിടെ? അതോ റെസ്പോണ്ട് ചെയ്യാത്തോണ്ടാണോ? പേടിയുണ്ടോ എക്സാം? ചിലപ്പോ മാത്രം.
ഓക്കെ, നീദർ കൂൾ നോർ അഫ്രൈഡ്. ഓക്കെ, ചെറുതായിട്ട്. ഓക്കെ റിഷ്ന. ഓക്കെ, താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. അപ്പൊ യൂഷ്വലി നമ്മൾക്ക് എക്സാംസ് എന്ന് കേൾക്കുന്ന സമയത്ത് ആ വേർഡ് തന്നെ പേടിയുള്ളവരാണ് മോസ്റ്റ് ആയിട്ടും ഉള്ളത് അല്ലെ. പക്ഷെ അതിനെ ഭയങ്കര കൂളായിട്ട് ഫേസ് ചെയ്യുന്നവരും ഉണ്ടാവും. നമ്മൾ യൂഷ്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യം, ഇപ്പൊ എക്സാം എന്നല്ല, ഏതൊരു കാര്യത്തിനെ നമ്മൾ കുറച്ച് കൂളായിട്ട് നമ്മളുടെ ആ ഒരു ടെൻഷനൊക്കെ കുറച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏറ്റവും ബെസ്റ്റ് വേർഷൻ കൊടുക്കാൻ പറ്റും. നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ, നമുക്ക് ഏറ്റവും അറിയുന്ന കാര്യങ്ങൾ നല്ല ബെസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് ചെയ്യാൻ കഴിയും അല്ലെ. നമ്മൾ ഏതൊരു കാര്യവും ഭയങ്കര സ്ട്രെസ് ആയിട്ട് എന്ത് സംഭവിക്കും, ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് പെർഫോം ചെയ്യാൻ പറ്റും, ടൈം ലിമിറ്റിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുമോ എന്ന ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ആങ്സൈറ്റി വരുന്ന സമയത്താണ് നമ്മൾ അതില് കുറച്ച് എന്താ പറയാ ഉഴപ്പി പോവാന്നൊക്കെ പറയും അല്ലെ. അപ്പോ നമ്മൾ എങ്ങനെയാണ് എക്സാമിന് കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് ചെയ്യാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ന കാര്യമാണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മെയിൻലി ഫോക്കസിങ് ഓൺ ടു റെഡ്യൂസ് സ്ട്രെസ് ഡ്യൂറിങ് എക്സാംസ് ഫോർ സ്റ്റുഡൻസ്. ദിസ് ഇസ് എ 7 days ഫ്രീ മെഡിറ്റേഷൻ പ്രോഗ്രാം ആണ്. അപ്പൊ മെഡിറ്റേഷൻ എന്നുള്ള ഒരു വേർഡ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? അല്ലെങ്കിൽ മെഡിറ്റേഷനെ കുറിച്ച് അറിയാൻ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണോ? മെഡിറ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം, സേ യെസ് ഓർ നോ. യെസ്, മുഹമ്മദ് ഫല യെസ്, ഗുഡ് ഗുഡ്. ഹുബാബ യെസ്. റിഷ്ന യെസ്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ നമ്മള് ഈ ഒരു ജനറേഷനിൽ കൂടുതലായിട്ട് കേട്ട് വരുന്ന വേർഡ്സ് തന്നെ ആയിരിക്കും മെഡിറ്റേഷൻ എന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് നമ്മളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ റിലാക്സേഷനും കാംനെസ്സും ഫോക്കസും ഒക്കെ കൊണ്ടുവരുന്നത്, അതെങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, അത് നമുക്ക് എങ്ങനെ നമ്മളൊരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് ഇവിടെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് സാധാരണയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യത്തിന്, ഫോർ എക്സാമ്പിൾ അത് എക്സാം തന്നെ ആവണമെന്നൊന്നുമില്ല, നമ്മുടെ ലൈഫിലുള്ള എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും, അതല്ലെങ്കിൽ നമുക്ക് അത് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ആ ഒരു കാര്യം നമ്മൾ ഇവിടെ എക്സാമിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട്, നിങ്ങളല്ല കേട്ടോ, വേറെ ഏതെങ്കിലും കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുൾ അറിയാമെന്നുണ്ടെങ്കിലും നമുക്ക് ചില സമയത്ത് സ്ട്രെസ് വരും അല്ലെ. അപ്പൊ ഭയങ്കര സ്ട്രെസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാലും മേ ബി നമ്മൾക്ക് നല്ലവണ്ണം അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇറ്റ് മൈറ്റ് നോട്ട് ബി, അതിന്റെ റിസൾട്ട് എന്താകണമെന്നില്ല, ബെസ്റ്റ് ആവണമെന്നില്ല. ഇറ്റ് ഈസ് ഡ്യൂ ടു സ്ട്രെസ് ആൻഡ് ടെൻഷൻ അല്ലെ. അപ്പൊ അതിനെ ഒന്ന് ഓവർകം ചെയ്യാനും നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ ബെസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജിമ്മിനൊക്കെ പോകാറുണ്ട്, നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമ്മൾ ജിമ്മിൽ പോകാറുണ്ട് അല്ലെ. അങ്ങനെ ജിമ്മിൽ പോകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഒരു ദിവസം നമ്മൾ ഫുൾ വർക്ക്ഔട്ട് ചെയ്ത് ഫുൾ കാര്യങ്ങളൊക്കെ ചെയ്ത് മസിൽ ഇതാക്കി അങ്ങനെയാണോ ചെയ്യുന്നത്? എന്താണ് മിസ്സേ, ഞങ്ങളല്ലാന്ന് ഞങ്ങളും എല്ലാം പഠിച്ചേനെ. ഞങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് മീൻ ചെയ്തത് മനസ്സിലായില്ല. ഞങ്ങൾ അല്ലാതെ ഞങ്ങളും എല്ലാം പഠിച്ചു, അതെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളിപ്പോ ഇവിടെ മെഡിറ്റേഷൻ ഈ ഒരു റൈസ് ആൻഡ് ഷൈൻ എന്നുള്ള പ്രോഗ്രാമിന് വന്നത് കാരണം നിങ്ങൾക്ക് ഇനി സ്ട്രെസ് ഉണ്ടാവില്ല. സ്ട്രെസ് ഇല്ലാതെ പഠിച്ച കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് എക്സാമിന് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് ദിവസം നമ്മൾ ജിമ്മിന്, ഫോർ എക്സാമ്പിൾ ഒരു 30 days ഒക്കെ നമ്മൾ ജിമ്മിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു ചേഞ്ച് കാണാൻ പറ്റും. യെസ് യെസ് കൃഷ്ണ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം കൺസിസ്റ്റൻസി ആണ്. എസ്പെഷ്യലി ഒരു 21 days ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ചേഞ്ച് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. മേ ബി നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്യുമ്പോൾ, ഡേ 1 ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്താണ് ഈ മെഡിറ്റേഷന്, ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇത് ചെയ്തിട്ട് ഈ ഒരു സാധനം ചെയ്തിട്ട് എനിക്ക് എങ്ങനെയാണ് എന്റെ എക്സാം കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ബാക്കി ലൈഫിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുക, നമുക്കൊരു കൺഫ്യൂഷൻ വരും. ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. കാരണം നമ്മളൊരു പുതിയൊരു കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ചെറിയതായിട്ടുള്ള കൺഫ്യൂഷൻസും അതുപോലെ തന്നെ ഇത് എങ്ങനെയായിരിക്കും എന്നാലും വർക്ക്ഔട്ട് ആവുക എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നിങ്ങൾ
യൂട്യൂബിലേക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ബോഡി ബിൽഡിങ്ങിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ആക്ടേഴ്സിന്റെ ആണെങ്കിലും ബാക്കി ആളുകളുടെ ആണെങ്കിലും ഒക്കെ. അപ്പൊ അവര് ഡേ 1 ജിമ്മിൽ പോകുന്ന ഫോട്ടോ കണ്ടിട്ട് നമ്മളൊരു കുറച്ച് ഒരു മാസം 2 മാസം ഒക്കെ കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ 21 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ആ ബോഡി എത്തും, അവർക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമുക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നതും. നമ്മളുടെ മൈൻഡ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്, ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പൊ നിങ്ങളുടെ ഒരു ഏജിൽ എന്ന് പറഞ്ഞാല് നമ്മൾ മൈൻഡിനെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ കാലിബറിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക, നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയായിരിക്കും, ഇത് എന്തായിരിക്കും, മെഡിറ്റേഷൻ എന്തായിരിക്കും, ഇത് എങ്ങനെയായിരിക്കും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്, ഇത് എങ്ങനെയായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം സെഷൻ, അല്ലെങ്കിൽ ഒരു ലൈഫ്, യൂഷ്വലി പറഞ്ഞ എക്സാം എന്ന് മാത്രമല്ല യൂഷ്വലി ഒരു ലൈഫ് എങ്ങനെയായിരിക്കും നമുക്ക് ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? വെറുതെ ടൈം കളയാതെ നമുക്ക് ജസ്റ്റ് മെഡിറ്റേഷനിലേക്ക് പോവാം. യെസ് ഹുബാബ, യെസ് മുഹമ്മദ് ഫല, യെസ് ഹാ സന, യെസ് ഓക്കെ. അപ്പൊ താങ്ക് യു. ഫസ്റ്റ് നമ്മളുടെ മെഡിറ്റേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് യെസ് മിസ് രേഷ്ന. അപ്പൊ നമ്മളുടെ മെഡിറ്റേഷൻ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഭയങ്കര സെറ്റ് ആയിട്ടുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. ആളുടെ പേര് റിൻഷിന എന്നാണ്, ഒരു പാരന്റിങ് കോച്ചാണ്. പേര് കേട്ട് പേടിക്കേണ്ട, ആള് ഭയങ്കര കൂൾ ആൻഡ് ചില്ലാണ്. ഓക്കെ, ആൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ കൂളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാമെന്നെല്ലാം പറഞ്ഞു തരും. ഓക്കെ, അപ്പോ ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് വീഡിയോയിൽ വരാൻ ഇന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ നാളെ മുതൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് ഒന്നും കൂടെ ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ മെഡിറ്റേഷൻ കോച്ച് റിൻഷിനാനെ വെൽക്കം ചെയ്യാം. ആള് നിങ്ങളെക്കാൾ കാണുമ്പോൾ കുറച്ചൊക്കെ മെച്യൂർഡ് ആണെങ്കിലും നിങ്ങളെക്കാളും ഭയങ്കര കിഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു സെഷൻ ആയിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളൊരു ഈ ഒരു 7 ഡേയ്സ്, അറ്റ്ലീസ്റ്റ് ഈ ഒരു 7 ഡേയ്സ് എന്ത് ചെയ്യുക, അതൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഒന്ന് ട്രെയിൻ ചെയ്യണമല്ലോ, നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡേ 1 തന്നെ ചെയ്തിട്ട് നമ്മൾ ഇതൊന്നും എനിക്ക് വർക്ക്ഔട്ട് ആവില്ല എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡേ 1 ജിമ്മിൽ നിന്ന് ഇറങ്ങി പോരുന്ന പോലെ ആയിരിക്കും. നമുക്ക് വരാൻ പോകുന്ന ആ ഒരു ഫിറ്റ് ആയിട്ടുള്ള ബോഡിയും മസിൽസും ഒക്കെ നമുക്ക് മിസ്സായി പോകും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ മൈൻഡ് സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഇന്നിപ്പോ ഹുബാബ അല്ലെങ്കിൽ മുഹമ്മദ് ഫലാഹ് അല്ലെങ്കിൽ ജിൻഷിൽ, റേഷ്ന, ഇംതിയാസ്, മുഹമ്മദ് ഷഹ്നൂൻ, അജ്മൽ, മുഹമ്മദ് ഫസീഹ്, സന, നൂഫി, ഫെമി, ഇവരുടെയൊക്കെ മൈൻഡ് ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. എന്തോ ഒന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പോകുന്നുണ്ട്, എന്റെ പൊട്ടൻഷ്യലൊക്കെ ഇവർ പുറത്തെടുക്കാൻ പോവാണ് എന്നുള്ള ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല, ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഓൾ സെറ്റ്. സോ റിൻഷിന, ഓവർ ടു യു. Okay, thank you so much, Shamna, for the wonderful introduction. എല്ലാവരും പവർഫുൾ ആണെന്ന് തോന്നുന്നു അല്ലേ? Okay. So, thank you so much everyone for joining. First of all, നിങ്ങളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് എടുത്തതിന് നിങ്ങളോട് എന്നൊരു താങ്ക് യു പറയാം. കാരണം പലരും നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ആ ഒരു ചാൻസ് കിട്ടി. അതിന് നിങ്ങളെ തന്നെ ഒന്ന് താങ്ക് യു പറയാം. അപ്പൊ എല്ലാരും പേര് വിളിച്ചിട്ട് താങ്ക് യു, നെയ്, ഓക്കെ, ഫോർ ജോയിനിങ് ഇൻ ദിസ് സെക്ഷൻ എന്ന് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. പിന്നെ മെഡിറ്റേഷനെ കുറിച്ച് അടിപൊളിയായിട്ടൊരു ഇൻട്രൊഡക്ഷന് നമുക്ക് ഷംന മാം തന്നു അല്ലെ. അപ്പൊ നമ്മള് മെഡിറ്റേഷനിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ നമ്മള് വിത്തൊക്കെ ഇടുന്നതിന് മുൻപ് നിലം ഒന്ന് ഉഴുത് മറിച്ചൊന്ന് പാകപ്പെടുത്തും അല്ലെ. ആ ഒരു സെറ്റിംഗ് ആണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മൈൻഡിനെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാണ് ആ ഒരു പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഇരിക്കണം, കിടക്കുന്നതായി വിൽ നോട്ട് റെക്കമെൻഡ്. നമ്മൾ എന്ത് ചെയ്യുക, സിറ്റ് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക, റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. ഓൾസോ ഫോണൊക്കെ ജസ്റ്റ് ഒന്ന് സൈലന്റ് ആക്കാം. പിന്നെ ഫോൺ കയ്യിൽ പിടിച്ചിരിക്കേണ്ട, ജസ്റ്റ് ഫോൺ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് കൈ ഫ്രീ ആക്കിയിട്ട് ഇടാം കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, എല്ലാവരും പ്രിപ്പയർഡ് ആണല്ലോ? റെഡി ആണെങ്കിൽ ജസ്റ്റ് റെഡി എന്നൊന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. എല്ലാവരും റെഡി ആണോ? ഓക്കെ, താങ്ക് യു സോ മച്ച് സന.
ഓക്കെ ഹുബാബ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൈ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ കൈ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു പൊസിഷൻ ഒന്ന് കീപ്പ് ചെയ്യുക. നിങ്ങൾ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തംസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊസിഷൻ ചെയ്യാം കേട്ടോ. ഒന്നുമില്ല, നമ്മള് ഒരു പ്രോസസ്സിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവാണ്. അപ്പൊ ജസ്റ്റ് ഒരു കണക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വെക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് മാറിപ്പോയാലും നിങ്ങൾ അത് ബോധേഡ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് സജഷൻസ് തരും, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. സ്ലോലി നിങ്ങൾ നിങ്ങളെ തന്നെ റിലാക്സ്ഡ് ആക്കണം. ബോഡി ഫുൾ റിലാക്സ്ഡ് ആക്കാം. സ്ലോലി റിലാക്സ് യുവർ സെൽഫ്. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ബോഡിയെ കുറിച്ച് അവെയർ ആവും. ഇരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ കാലുകള് ഒക്കെ ജസ്റ്റ് ഒന്ന് അവെയർ ആവാം. സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീത്ത് ഒന്ന് ശ്രദ്ധിക്കാം. ശ്വാസത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ മെല്ലെ ശ്വാസം എടുക്കുന്നുണ്ട്. ഒരു തവണ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ട് സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. സ്ലോലി കണ്ണടയ്ക്കാം. വെരി ഗുഡ്. നൗ വൺസ് അഗെയിൻ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഡീപ് ബ്രീത്ത് എടുക്കാം. ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട്. വൺസ് അഗെയിൻ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. Very good. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കാലുകളിലേക്ക് കൊണ്ടുപോവാം. റിലാക്സ്. കാലുകൾ, തൈസ്, നിങ്ങളുടെ ഹിപ്സ്, your shoulders, spinal cord, നിങ്ങളുടെ ഫേസ് മസിൽസ്. ഓരോ ബോഡി പാർട്ടിലേക്കും ശ്രദ്ധ കൊണ്ടുപോകുമ്പോൾ അവിടെ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നുണ്ട്. വെരി ഗുഡ്. Now, നിങ്ങൾക്ക് ഒന്നുകൂടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ഇപ്പോൾ ആദ്യത്തേതിനേക്കാളും കൂടുതൽ റിലാക്സ്ഡ് ആണ്.
ആണ്. You are more relaxed. Very good. ഡിസ്ട്രാക്ഷൻസ് വരുമ്പോഴൊക്കെ വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ച് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാം. വെരി ഗുഡ്. നിങ്ങളുടെ ശ്വാസം ഇപ്പോൾ ഒരു താളത്തിലായിട്ടുണ്ട്. സ്ലോലി നമ്മൾ നമ്മളുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെല്ലാം ചിന്തകളാണ് എന്നിലേക്ക് വരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് അവെയർ ആവാം. Just be aware about your thoughts. Now slowly ഓരോ ചിന്തകളെയും ജസ്റ്റ് ബൈ എന്ന് പറയുമ്പോൾ അത് വാനിഷ് ആകുന്നതായി ഇമാജിൻ ചെയ്യാം. കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ വീണ്ടും നിങ്ങൾക്ക് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടേതായ താളത്തിൽ നിങ്ങൾക്ക് ശ്വാസത്തിനെ എടുത്തുകൊണ്ടിരിക്കാം. വെരി ഗുഡ്. Now നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാം. നിങ്ങൾക്ക് നന്ദി പറയാൻ, താങ്ക് യു പറയാൻ ഉള്ള ഒരു 10 കാര്യങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു അവസരം നമ്മുടെ ശരീരം, നമ്മുടെ വീട്, കുടുംബം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് താങ്ക് യു പറയാനുണ്ട്. ജസ്റ്റ് ബ്രിങ് ഓൾ ദാറ്റ് ടു യുവർ മൈൻഡ്. ജസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ. ഓരോ കാര്യവും എടുത്ത് താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കാം. വെരി ഗുഡ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ താങ്ക് യു പറയാം. Thank you myself for this step. ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് ഇതിൽ ജോയിൻ ചെയ്തതിന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ താങ്ക് യു പറയാം.
Okay, so now thank your Creator for this wonderful opportunity. നിങ്ങൾക്ക് ഈ ഒരു അവസരം തന്നതിന് നിങ്ങളുടെ ക്രിയേറ്ററിനോട് നിങ്ങൾക്ക് താങ്ക് യു പറയാം. വെരി ഗുഡ്. പതിയെ നിങ്ങൾക്ക് വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. ഒന്നുകൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുവിട്ട് ആദ്യത്തേതിനേക്കാൾ കൂടുതൽ എനർജറ്റിക് ആയി നിങ്ങൾക്ക് തിരിച്ചു വരാം. സ്ലോലി open your eyes and come back. പതിയെ തിരിച്ചു വരാം. സോ തിരിച്ചു വന്നിട്ടുള്ള ആളുകളൊക്കെ ജസ്റ്റ് കൈ ഒന്ന് ഇങ്ങനെ റബ് ചെയ്ത് ഫേസിലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊക്കെ ചാറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞേ, ഹൗ ഡു യു ഫീൽ? ആരും ഉറങ്ങിപ്പോയില്ലല്ലോ അല്ലെ? ഓക്കെ, താങ്ക് യു സോ മച്ച് കൃഷ്ണ. ബാക്കി എല്ലാവരും എവിടെ പോയി? ഓക്കെ, താങ്ക് യു ബാബ. ഓക്കെ ഫല, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെഡിറ്റേഷന്റെ ഗ്ലിംസ് ഒന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച് സന. നമ്മൾ മെഡിറ്റേഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം, റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ശ്വാസത്തിനെ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നു അല്ലെ? കാരണം നമ്മളെ ബോഡിനെയും മൈൻഡിനെയും ഒരു അലൈൻ ചെയ്യുന്നതാണ് ഈ ശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്വാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് ആകാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇത് വേറെ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കുറെ നേരം കണ്ണടച്ചിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ ബാലൻസ്ഡ് ആക്കുക, അലൈൻഡ് ആവുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു പോയിന്റിലും ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആവണം എന്ന് തോന്നുകയാണെങ്കിൽ ശ്വാസം ഒന്ന് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നോക്കിയാൽ മതി, ജസ്റ്റ് അവെയർ ആയാൽ മതി. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ശ്വാസത്തിൽ അവെയർ ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മൈൻഡിൽ കുറെ തോട്ട്സ് വരുന്നുണ്ടായിരിക്കും. അപ്പൊ തോട്ട്സിനെ ജസ്റ്റ് ഒന്ന് അവെയർ ആവും അല്ലെ? നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് അവെയർ ആവാന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അപ്പൊ ചിന്തകളെ കുറിച്ച് അവെയർ ആകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കുറെ ചിന്തകൾ ഇങ്ങനെ വൺ ബൈ വൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ചിന്തകളെ, വേണ്ടാത്ത ചിന്തകളെ നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം അല്ലെ? നമ്മൾ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, പവർഫുൾ ടൂളാണ്. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തത്. ഓക്കെ, ആ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഐ ആം സോ മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ്. അപ്പൊ നമുക്ക് അവിടെ മെല്ലെ മെല്ലെ പോസിറ്റീവിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി പറ്റും. അപ്പൊ അവിടെ വീണ്ടും നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ചു, ഡിസ്ട്രാക്ഷൻസ് വരുമ്പോഴൊക്കെ വീണ്ടും ശ്വാസത്തിൽ ശ്രദ്ധിച്ചു. അപ്പൊ ഈ ഒരു ശ്വാസം ആണ് നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഹോപ്പ് എവറി വൺ എൻജോയ്ഡ് ദ മെഡിറ്റേഷൻ.
ഹൗ വാസ് ഇറ്റ്? നിങ്ങൾ കൂടുതൽ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ അറിയിക്കാം. സോ ഓവർ ടു ദ നെക്സ്റ്റ് ഫേസ്. ഷംന മാം. Okay, that was a wonderful meditation. Thank you so much, Rinshina ma'am. നിങ്ങൾക്ക് ഇഷ്ടായോ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്? സെറ്റ് അല്ലേ? യെസ്. സന, യെസ്. റീഷ്ന, നൈസ്, വെരി വെരി ഗുഡ്. ഹുബാബ, യെസ്. ഓക്കെ, അപ്പോൾ മേ ബി ലൈഫിൽ ഫസ്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ചിലർക്ക് നല്ലൊരു ഫീൽ കിട്ടിയിട്ടുണ്ടാവാം. മേ ബി ചിലർക്ക് അത്ര വിചാരിച്ച ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ഇങ്ങനെ ഫീൽ ആയി ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓക്കെയാണ്. നിങ്ങൾ സ്ട്രെസ് ആവണ്ട. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ മേ ബി നമുക്കൊരു കുറച്ചൊരു ടൈം മേ ബി എടുക്കാം അതിലേക്കൊന്ന് സെറ്റ് ആയിട്ട് വരാൻ. ഓക്കെ, അപ്പൊ എങ്ങനെ ഇന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും, ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കോൺസെൻട്രേഷൻ കിട്ടിയിട്ടില്ലെങ്കിലും ഒക്കെ സെറ്റാണ്. നമ്മളിതൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കീ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു ദിവസം ഫുൾ ഡേ മെഡിറ്റേഷൻ ചെയ്യുന്നത് അല്ല കാര്യം. എല്ലാ ദിവസവും കുറച്ച് സമയം, മേ ബി ഒരു 5 മിനിറ്റ്സ് ആണെങ്കിൽ പോലും അത് ചെയ്യുന്നതിലാണ് കാര്യം. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 7 ഡേയ്സ് നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇത് മെയിൻ ആയിട്ടും നമ്മളുടെ എക്സാം സ്ട്രെസ് അതുപോലെ തന്നെ ടെൻഷൻ ഒക്കെ കുറക്കാൻ വേണ്ടി നമ്മൾ ഫോക്കസ് റെക്കോർഡിംഗ് വിൽ ബി അവൈലബിൾ. ഓക്കെ, നിങ്ങൾക്ക് റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്താ നിങ്ങളുടെ എക്സാം സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ആ ഒരു മൈൻഡ് ഒന്ന് കാം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി ടൈലർ മെയ്ഡ് ആയിട്ട് നമ്മൾ റിൻഷിന മാം പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ മെഡിറ്റേഷൻ ആണ്. അതുപോലെ തന്നെ ഇനി കമ്മിങ് ഡേയ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ തന്നെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഇപ്പൊ എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ ഇപ്പൊ 10th +1 +2 തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഏതൊരു ഏജിലുള്ള സ്റ്റുഡൻസിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. നിങ്ങളുടെ സ്കൂളിൽ തന്നെ വേറെ കുട്ടികൾക്ക് ഷെയർ ചെയ്യാം, വേറെ സ്കൂളിലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. മേ ബി നിങ്ങൾ ട്യൂഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, നിങ്ങളുടെ കസിൻസിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ചേഞ്ച് ഒക്കെ എന്തെങ്കിലും ഒരു ഫീല് ഒരു ഓക്കെ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ദിസ് ഇസ് ഗുഡ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ്. അപ്പൊ 7 ഡേയ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. സെറ്റ് അല്ലേ എല്ലാവരും? ഓക്കെ, സെറ്റ്. താങ്ക് യു ഫെല, താങ്ക് യു സന. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓൾറെഡി ഒരു ടൈമർ സെറ്റ് ആയിട്ടുണ്ട്. സുബാബ, യെസ്. ഓക്കെ ഓക്കെ, അപ്പോ റിഷ്ന സെറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് thank you so much for joining this session and thank you so much for responding very actively in the chat box. Okay, coming days നമുക്ക് വീഡിയോ ഓൺ ആക്കി വീഡിയോ മോഡിൽ കാണാം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സെയിം ലിങ്ക് തന്നെയാണ് നമ്മൾ 7 ഡേയ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ലിങ്ക് തന്നെയായിരിക്കും നമ്മൾ ഇനി ഉള്ള ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെയിം ലിങ്ക് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ബൈ ഫോർ ടുഡേ. See you tomorrow at 6 a.m. Okay, bye. Now you can leave.